ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ സർപ്രൈസ് സ്പെഷ്യൽ ഗിഫ്റ്റ് അൺബോക്സിങ്ങും അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ ഒരു ചെറിയൊരു പാർട്ടി വിശേഷങ്ങളും കാണാം കേട്ടോ. റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്നും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ റഫീഖ് എനിക്ക് തന്നിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. വേറെയുണ്ട്, പക്ഷേ ഇത് സ്പെഷ്യലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു ചെയിന്, നെക്ലസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു സിമ്പിൾ ചെയിൻ കേട്ടോ. അതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കമ്മലും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. കമ്മലും അതെ, ചെയിനും അതെ, സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് വരുന്നത്. നല്ല തിന്നായിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ. നമുക്ക് എപ്പോഴും എന്താ പറയുക, ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ച് ഹെവി അല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീക്ക് ജസ്റ്റ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ മാറ്റിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. മാറ്റിക്കേണ്ട കാര്യം ഉണ്ടായില്ല. റഫീഖ ചുരിദാർ അല്ലെങ്കിൽ ഗോൾഡൊക്കെ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പിക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ വെറുതെ പറയുമല്ലോ, എനിക്കത് ഇങ്ങനെയുള്ളൊരു കമ്മൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അങ്ങനെ പറയലുണ്ട് ഇടയ്ക്ക്. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തോന്നലിൽ ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. ചിലപ്പം ഉണ്ടാക്കിക്കലുണ്ട്, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുക ചെയ്തത്. പക്ഷെ എനിക്കത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഒരു ടോപ്പ്, നല്ല ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്, പക്ഷെ നല്ല കളർ കേട്ടോ. നല്ല ഒരു റിച്ച് ഓറഞ്ച് കളറ്. ഓപ്പണൊന്നും വരുന്നില്ല. താഴെ ഭാഗത്തൊരു ഒരു ചെറിയൊരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നല്ല സ്ലീവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഇതും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സെലക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു ഒരു ജീൻസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോളും, മൂന്നും ഷോളും പാൻറ്റും ടോപ്പും കാണുമ്പല്ലേ നല്ല മാച്ച് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റേ നമ്മളെ JC ഷോള് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം. അത് എനിക്ക് വീഡിയോ പുറത്തേക്ക് ഞാൻ ഇടലുണ്ട്. അതിനേക്കാളും എനിക്ക് വീഡിയോയിൽ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇട്ടാൽ നമുക്ക് ഇട്ടെടുത്ത് അവിടെ ഉണ്ടാവും, നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട, നല്ല വൃത്തിക്ക് അവിടെ നിന്നും ചെയ്തോളും. തലയിൽ തന്നെ ഇങ്ങനെ നിൽക്കുമല്ലോ, ഫുൾ കവറായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എൻ്റെ അടുത്ത് അത് കുറേ ടൈപ്പ് ഇല്ല കേട്ടോ. ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ. ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കും, ഇതുവരെ വാങ്ങിയിട്ടില്ല. ഒരു ഒന്ന് രണ്ടെണ്ണം വാങ്ങി വെക്കണം എന്ന് വിചാരിക്കും കേട്ടോ. നല്ല ലൈറ്റ് കളേഴ്സ് അങ്ങനെ എല്ലാത്തിലേക്കും പറ്റുന്ന ഒന്ന് രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങി വെക്കുക പൊതുവേ. ഷോളൊക്കെ കുറേയൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതും റഫീഖ് തന്നെയാണ്. ഇത് ആ ഒരു ഡ്രസ്സിലേക്ക് നല്ല, എല്ലാത്തിലേക്കും പോകും, പക്ഷെ എന്നാലും ആ ഒരു ഡ്രസ്സിലേക്ക് നല്ല മാച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കുകയാണെ, ഒന്നുമില്ല. അത് പേപ്പർ ഇങ്ങനെ അത് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ വെക്കൂലേ, അതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊരു വെൽവെറ്റ്, ഒരു സ്പോഞ്ചി ആ ഒരു മെറ്റീരിയലാട്ടോ വരുന്നത്. സിമ്പിളായിട്ടുള്ള, എനിക്ക് വലിയ ബാഗിനേക്കാളും ഞാൻ അധികവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ബാഗ് യൂസ് ചെയ്യുന്നതാണ്. ബാഗ് കുറവാണ് യൂസ് ചെയ്യൽ, എന്നാലും നമ്മൾ ഒറ്റക്കൊക്കെ പോകുന്ന സമയത്തോ അങ്ങനെ ജസ്റ്റ് ഒരു ഫോൺ ഇടാനൊക്കെ ഉപയോഗിക്കാം, അങ്ങനത്തെ ബാഗാണ് കേട്ടോ. അപ്പോൾ അതും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഒന്നും മാറ്റിക്കേണ്ട കാര്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അടുത്തത് ഒരു ചുരിദാറാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ടോ. അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്. പക്ഷേ ഇത് ഞാൻ കളർ കാണിച്ചു തരാം. അത് നല്ലൊരു യെല്ലോ കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ്. ഞാനിത് ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയിൽ കല്യാണം വരുന്നുണ്ട് കേട്ടോ. ഈ മാസം അവസാനമാണ്, ഡിസംബർ അവസാനം മച്ചുവിൻ്റെ കല്യാണം വരുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിപ്പോൾ തന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി ചുരിദാറായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ റഫീഖ് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാറ്റിക്കേണ്ടതായിട്ട് വരലുണ്ടേ. എൻ്റെ എന്താ പറയുക, ചിലപ്പം
ഒരു ഇഷ്ടപ്പെടാതിരിക്കലുണ്ട്. അത് റഫീഖ മാറ്റിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുക തന്നെ ചെയ്യുക. ഇപ്രാവശ്യം അത് തന്നെയാണ്, പക്ഷേ ഇപ്രാവശ്യം രണ്ടും എനിക്ക് മാറ്റിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതാ അടുത്തത് ഒരു ഷൂ ആണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഷൂ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. താഴെ കട്ടിങ്ങിനും അതുപോലെ തന്നെ ഫുൾ കവർ ചെറിയ 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 വ്യത്യാസമൊക്കെ ഉള്ള ഷൂ. ഇതും അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഷൂ പിന്നെ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും എപ്പോഴും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പം അതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. നമുക്ക് 21ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ മറച്ചു വെച്ചോന്നല്ല കേട്ടോ, നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ വിട്ടു പോകുന്നതാണ് അതൊക്കെ. അപ്പോൾ 21ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നമ്മളന്ന് നവംബർ 28 കേട്ടോ. ഡേറ്റൊക്കെ ഞാനതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, സോറി. അത് വോയിസ് ഓവർ പറയണം എന്നൊക്കെ വിചാരിക്കും. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ ആ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലതൊക്കെ വിട്ടുപോകും, ചിലതൊക്കെ എന്താ പറയുക ഓർത്തെടുത്ത് പറയാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ പോവുക. അതിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു, ആനിവേഴ്സറി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇത് പൂമോളും കുട്ടികളൊക്കെ വന്നില്ലേ, അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. പൂമോള് കൊണ്ടുവന്നതാണ്. നല്ലൊരു ബാഗ്, നല്ല ആ ഒരു കോട്ടൺ മെറ്റീരിയലൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ ഇട്ട ചുരിദാറിൻ്റെ സെയിം പ്രിൻ്റ് ആട്ടോ ഇതിൽ വരുന്നത്. നല്ല രസമുണ്ട്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഞാനധികം ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, വെള്ളം, ഫോണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ചെറിയ ബാഗല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബാഗ്, ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബാഗ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് ഇത് ഹവ്വ റഫീഖ കൊടുത്തതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പോലും തരാതെ റഫീഖാൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുത്തതാണ് ഒരു ടീഷർട്ട് കേട്ടോ. നല്ല രസമുണ്ട്, വൈറ്റ്. പിന്നെ റഫീഖക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഒന്നും നോക്കാതെ കണ്ണടച്ച് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഐറ്റം. ഗിഫ്റ്റ് ചെറുതോ വലുതോ ഒന്നല്ല കേട്ടോ. എന്തൊരു ഗിഫ്റ്റ് കിട്ടിയാലും, ഒരു ചോക്ലേറ്റ് കിട്ടിയാലും അന്നത്തെ ദിവസം നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹബ്ബ ഒരു ലെറ്റർ തന്നില്ലേ, അത് എന്താ പറയുക, എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. ആ കുട്ടി അത് അങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ കയ്യിൽ തരുമ്പോൾ അതിന് കുറേ എന്താ പറയുക, കുറേ ചിന്തകളും കുറേ കാര്യങ്ങൾ അവളെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയല്ലേ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്കും ആ ഒരു ഫീൽ കറക്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതില്ലേ, ഇത് അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ അന്ന് രാത്രിയിൽ തന്നെ സാലിഫ്ക്കയും വൈഫും സാലിഫ്ക്കയും ആശയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നതാണ് ഒരു വൗച്ചർ സിന്ദൂറിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ തവണ അവർ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് പോയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതാ ഈ ബോക്സിലുള്ള ഞാൻ റഫീഖക്ക് കൊടുത്തതൊക്കെ ഞാൻ കാണിച്ചു തന്നതല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് എല്ലാം അടിപൊളിയാണ്, എനിക്കൊന്നും ചേഞ്ച് ആക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. ആ ഒരു നെക്ലസ്, ആ ഒരു ചെയിനില്ലേ, അതിങ്ങനെ ഇങ്ങനെ കാണുന്നതിനേക്കാളും ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ഫേസിലേക്ക് നല്ല കറക്റ്റായിട്ട് നല്ല നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. സിമ്പിളാണെങ്കിലും അടിപൊളി ലുക്കുണ്ട് അത് ഇടുന്ന സമയത്തെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ മുഹമ്മദ് കേക്ക് കൊണ്ട് ആറാട്ട് ചെയ്തിട്ടുണ്ട് അകം മുഴുവൻ. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താഴത്തെ ഫ്ലോർ മൊത്തം ഞാൻ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പം ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീടൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. തുടച്ചിട്ടതാണ് കേട്ടോ, തുടച്ച് മാറ്റൊക്കെ ഇട്ടതാണ്. പ്ലാന്റൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്നൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. വൈകുന്നേരമാണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള രാത്രിയിലേക്കുള്ള ഡിന്നറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വീട് തുടച്ച് കഴിഞ്ഞാൽ വീട് ഒന്ന് ഒരുക്കി വെക്കൽ ക്ലീൻ ആയിട്ടുണ്ടാകും, പക്ഷെ ഒരു ഒരുക്കൽ മാറ്റൊക്കെ അതായത് സ്ഥാനത്തേക്ക് വെച്ച് പ്ലാന്റൊക്കെ ഒന്ന് മാറ്റാനുള്ളതും അതുപോലെ തന്നെ ചേഞ്ച് ആക്കാനുള്ളതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ വെച്ച് എല്ലാം ഒന്ന് യഥാസ്ഥാനത്ത് വെച്ച് ഒന്ന് റെഡിയാക്കണം കേട്ടോ. എന്നിട്ടൊരു സ്മെല്ലിനും എന്തെങ്കിലുമൊക്കെ ഒരു ഊതോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ കയ്യിലൊരു സ്പ്രേയോ നമ്മളെ പോട്ട് പ്യൂരിയില്ല അതിലൊക്കെ ഒന്നൊരു അതിൻ്റെ എസെൻഷ്യലൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വീടൊരു ഫ്രഷ് ഫീൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്താലേ മൊത്തത്തിലൊരു ഓക്കെ ആവുകയുള്ളൂ, വീടൊന്ന് റെഡി ആവുകയുള്ളൂ. അപ്പോൾ പ്ലാന്റ് ഞാൻ നനക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവച്ചതാണ്, ഒന്ന് സെറ്റാക്കി വെച്ചതാണേ.
അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഒരു 5-5:30 ആയിട്ടുണ്ട്. പിന്നെയും ഞാൻ 1-2 കാര്യങ്ങളൊക്കെ ഉച്ചക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന്, നമുക്ക് ബിരിയാണി ആക്കണം, ചിക്കൻ ദം ബിരിയാണി ആക്കണം. അതിനുള്ള ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, അങ്ങനത്തെ മസാലകളില്ലേ, അതും വേവിച്ച് കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ആക്കിയാൽ നമ്മളെ മസാല പരിപാടി കഴിഞ്ഞു. പിന്നെ ചോറുണ്ടാക്കണം. പിന്നെയും 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ടാക്കാനുണ്ട്. കുറച്ച് അത് റഫീക്ക ഇപ്പം പറഞ്ഞതാട്ടാ, കുറച്ച് നെയ്പത്തിരി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് നെയ്പത്തിരിയും കൂടെ ഉണ്ടാക്കണം. പിന്നെ ബീഫുണ്ട്, ബീഫ് ഞാൻ അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല പരിപാടി ഞാൻ റെഡിയാക്കട്ടെ. മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ, ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പാർട്ടി നമുക്ക് വെഡിങ് ആനിവേഴ്സറി പാർട്ടി എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അവർ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഫുഡാക്കുന്നത് അത്രയേ ഉള്ളൂ. അത് ഈ ഒരു ദിവസത്തിലേക്കായപ്പോൾ നമ്മൾ നമുക്ക് ഒന്നുകൂടെ സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ റഫീക്ക ഗോൾഡും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അവർ ഒരു 4-5 ചുരിദാർ കൊണ്ടുവരും, അതിന്ന് റഫീക്കക്ക് ഇഷ്ടപ്പെട്ടത് റഫീക്ക സെലക്ട് ചെയ്യുക, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗോൾഡും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ആ ഒരു 2 ആളും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാണ്ടിരിക്കുമ്പോൾ ആ ഒരു അന്നത്തെ ദിവസത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് ശരിക്കും കിട്ടൂല, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടൂല. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് എടുത്തതാണ് ഇത്. അതിനേക്കാളും വലുതായിപ്പോയി എനിക്കുള്ള സർപ്രൈസ്. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലും കൂടെ ഒന്ന് കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മസാല സെറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വ്യൂസ് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ദം ബിരിയാണി, ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ മന്തി, നല്ല ഈസി പീസ് റെസിപ്പികളാണ് കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, വെറൈറ്റി ഫുഡ്, നാടൻ ഫുഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ, പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വരട്ടിയിട്ടെടുക്കണം. നെയ്പത്തിരീൻ്റെ കൂടെ നമ്മൾ ബീഫിൻ്റെ കൂടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കാമെന്നതിന് വിചാരിച്ചതിന് പിന്നെയല്ലേ പ്ലാൻ ചെയ്തത് നെയ്പത്തിരി വേണമെന്ന്. അപ്പോൾ പിന്നെ ബീഫ് ജസ്റ്റ് ഒരു വരട്ട് പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കിച്ചൺ ടവലില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്കിങ്ങനെ തുടക്കാൻ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോകട്ടോ. അപ്പോൾ വലിയൊരു ക്ലീനിങ് പരിപാടി നമുക്ക് വരില്ല. ഏകദേശം എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അതിന് ബെസ്റ്റൊരു ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ എന്നൊക്കെ പറയാം കേട്ടോ. അതിനെ സൂപ്പറാണ് സംഭവം. ചെറുതാണ്, നമുക്ക് ഒലമ്പിയെടുക്കാൻ തുടക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. പക്ഷേ ഒരു പാടുപോലും ഇല്ലാതെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അതുകൊണ്ട് തുടക്കുന്ന സമയത്ത്. അതുപോലെ വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അതിൽ കാണിച്ച മോപ്പും അതുപോലെ തന്നെ വൈപ്പറും ഇല്ലേ, അതിൻ്റെ റേറ്റ് എനിക്ക് മാറിപ്പോയതാട്ടോ. അതിന് രണ്ടിനും കൂടെ ഒരു റേറ്റ് അല്ല വരുന്നത്. അതിന് മോപ്പിനൊരു റേറ്റ്, വൈപ്പറിനൊരു റേറ്റ്. എന്നാലും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അത്രയും റേറ്റ് വരുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു വൈപ്പറും മോപ്പും തന്നെ രണ്ടും തന്നെ അടിപൊളിയാണ്. പക്ഷെ റേറ്റ് എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് ആട്ടോ, എനിക്ക് മാറിപ്പോയതാണ്. കുറേ പേര് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, രണ്ടിനും കൂടെ ഒരു റേറ്റ് അല്ലേന്ന്. അപ്പോൾ നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയാണത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോറി, ഞാനത് തിരുത്തുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അരി കഴുകുന്ന വെജിറ്റബിൾസൊക്കെ കഴുകുന്ന ആ ഒരു ബൗൾ ഞാൻ കാണിച്ചില്ലേ, റൈസ് ബൗളാണ് കൂടുതലും, അതിനാണത് യൂസ് ചെയ്യുക. അത് അടിപൊളി സാധനം കേട്ടോ, നല്ലതാണ്. ഞാനത് എന്താ പറയുക, നമ്മൾ ഈ കുക്കറിലേക്ക് അരി കഴുകിയിട്ട് ഇടൂലേ, ഞാൻ കുറേ അരിപ്പകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അരി ഇങ്ങനെ ഊറ്റുകൊട്ടകൾ, ഇങ്ങനെ നമ്മളിങ്ങനെ അരി ഊറ്റി വെക്കൂല, അങ്ങനെ അത് കുക്കറിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിൽ ഇടുന്ന സമയത്ത് കുറച്ചെങ്കിലും അരി അതിൻ്റെ സൈഡിലൂടെ അങ്ങ് പോകും. ഇത് പക്ഷേ കറക്റ്റാട്ടോ, കുക്കറിൻ്റെ വായ്ക്ക് അത് കറക്റ്റായിട്ട് ഇങ്ങനെ പോകും. അതൊരു ഫിഷ് ടൈപ്പ് അങ്ങനെ എന്തോ ആണത്. അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ ആയിട്ട് തേടി നടക്കുന്ന ഒരു പെർഫെക്റ്റ് പാത്രം അരി കഴുകാനായിട്ട്, റൈസ് ബൗളെന്ന് അതിന് പറയുക കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബീഫൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ട. ഇനിയിപ്പോൾ അതാ ഒരു ഇൻസ്റ്റൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻസ്റ്റൻറ്റ് നെയ്പത്തിരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ. നമ്മളെ പുട്ടുപൊടിയില്ലേ, അതാണ് കേട്ടോ. പെട്ടെന്ന് റഫീക പറഞ്ഞപ്പോൾ നമ്മളിവിടെ മിൻഹേന്ന് ഞാൻ വാങ്ങിപ്പിച്ചതാണ്.
അപ്പോൾ തിളച്ച വെള്ളം നമ്മൾ നൈസ് പത്തിരിക്ക് വാട്ടുന്നത് പോലെ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടുതൽ വെക്കണേ, എന്നിട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തു, പുട്ടുപൊടി, നമ്മൾ അജ്മീൻ്റെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഏത് പുട്ടുപൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ ഒരു എൻ്റെ 2 കൈന് ഫുൾ ഉള്ള അത്രയും തേങ്ങ, 1 ടീസ്പൂൺ വലിയ ജീരകം, 2-3 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തത് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ആ ഒരു സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കൂലേ, നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുമ്പോൾ അറിയില്ല, ആ ഒരു രീതി തന്നെ കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വെള്ളം അവിടെ തിളച്ചത് മാറ്റി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബിരിയാണി ഒന്ന് ദം ചെയ്ത് എടുക്കും കൂടെ ചെയ്യട്ടെ. ഞാൻ 2 കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 തവണയായിട്ട് കുക്കറിൽ റൈസ് വെക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അടുപ്പിലും ചെയ്യാട്ടോ. എനിക്ക് കുറച്ചുകൂടി ഈസിയും കുറച്ചുകൂടി ഇഷ്ടവും, കാരണം ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടത് കുക്കറിൽ ചോറ് വെക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ദം ചെയ്തെടുക്കട്ടെ. പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഈ ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കൂലേ, അത് ഞാൻ സമയം കിട്ടുന്ന സമയത്ത് വെറുതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെക്കൂലേ, അതുപോലെ അതും റെഡിയാക്കി വെക്കും കേട്ടോ. അതായത് കാഷ്യൂനട്ട്, കിസ്മസ്, ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് തണുത്തതിന് ശേഷം ബോക്സിലെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ, ബിരിയാണിക്ക് ദം ചെയ്യാൻ ഒക്കെ ഒരു എന്താ പറയുക, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതൊരു മടി പിടിക്കുന്ന സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പണി വരുന്ന സംഭവമല്ലേ. അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ഈസി ആക്കോട്ടെ നമ്മളെ പണികൾ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഇനി നമ്മളെ നെയ്പ്പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ചുട്ടെടുക്കാൻ കേട്ടോ. ഓരോന്നായിട്ട് ചുട്ടെടുക്കുക, ഒന്നും ചെയ്യേണ്ട, അത് താനെ തന്നെ പൊങ്ങി വരും. ചെറിയ ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഒരുപാട് തിന്നായിട്ട് പോകണ്ട, ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത്. കട്ടി കൂടിയാൽ കുഴപ്പമില്ല കേട്ടോ. പൊരിച്ച പത്തിരി ആ രീതിയിലേക്ക് മാറും കട്ടി കൂടിയാൽ. ഈ ഒരു കട്ടിയാകുമ്പോൾ അതങ്ങനെ. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും കേട്ടോ. അത് നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നുകിൽ ഫ്ലെയിം കൂട്ടി വെക്കുക, എണ്ണേൻ്റെ ചൂട് കുറവ്, അല്ലെങ്കിൽ എന്താ പറയുക, കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടാകും. ഇത് രണ്ടും ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ കട്ടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൽ ഫ്ലോപ്പ് ആവാൻ കാര്യങ്ങളൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തേങ്ങയൊക്കെ ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഉള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. കുറച്ചധികം ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. പിന്നെ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അതെന്തായാലും എങ്ങനെയായാലും പൊള്ളി വരും, പൊട്ടിപ്പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ 2-3 ഇട്ടിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കൂടെ പോയിട്ട് അത് ഇട്ട് വെച്ചിട്ട് അത് വേവുന്ന സമയത്ത് ആ ഒരു ഗോൾഡൻ കളറൊക്കെ ആവണമല്ലോ. വേവുന്ന സമയത്തേക്ക് ഞാൻ അപ്പുറത്ത് ചമ്മന്തി ഉണ്ടാക്കും, അതുപോലെ തന്നെ സാലഡ്, നമ്മൾ തൈര് സാലഡില്ലേ, അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ആക്കും കേട്ടോ. അപ്പം നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ അതിൻ്റെ സൈഡും കൂടെ ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമായിട്ടുണ്ട് കേട്ടോ. അവർ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ നെയ്പ്പത്തിരും റെഡി ആയിട്ടുണ്ട്. സൈഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും ദമ്മ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അങ്ങനെ ദം ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ നേരം ഞാൻ വെക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ബിരിയാണി ദമ്മിട്ടതിന് ശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുറച്ച് സെക്കൻഡുകൾ, ഒരു 1/2 മിനിറ്റ് വെച്ചിട്ട്, അതായത് ആ ഒരു ചെമ്പ് ഒന്ന് ചൂടാവണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് കൊടുത്തിട്ട് 5 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ വെക്കുകയില്ല കേട്ടോ, അത്ര മതി. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മൾ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള മസാലയൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് ചോറും മസാലയൊക്കെ കൂടെ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ കുറേ നേരം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ചോറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വേവിക്കുന്നുണ്ടല്ലോ, പിന്നെ റൈസ് അവിടെ കിടന്ന് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് വിളമ്പെടുക്കട്ടെ. ബീഫും റെഡിയായി വന്നിട്ടുണ്ട്. ബീഫ് വേറെ ഒന്നുമില്ല കേട്ടോ, ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു, അതിൽ കിടന്ന് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇത് ഇനിയും വെച്ച് കൊടുത്താൽ നല്ല കറുത്ത ബീഫില്ലേ, ഡ്രൈ ആയിട്ടുള്ള പൊരിച്ച പോലത്തെ അങ്ങനെയായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആക്കാനാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നതുകൊണ്ട് അത്ര അങ്ങ് ഡ്രൈ ആവണ്ട, ഉണങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിലാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ബീഫാട്ടോ. ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്
കാണിച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ, ബീഫ് വരട്ട് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല ഈസി പീസി റെസിപ്പി തന്നെയാണ്. പിന്നെ ഞാൻ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്നിട്ട് ആ ഒരു ഡ്രസ്സില്ലേ, ആ ഒരു ഡ്രസ്സ് വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു അൺബോക്സിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമല്ല, ഞാൻ പിന്നെ എനിക്ക് കിച്ചണിലേക്ക് വരേണ്ടി വന്നു. പിന്നെ അതും കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആ വീഡിയോ മിസ്സായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ബിരിയാണി ഇതാ, നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മസാലയും നല്ല പൂ പോലത്തെ റൈസൊക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെർവ് ചെയ്യട്ടെ. അപ്പം ഞാൻ അതൊക്കെ വിളമ്പി വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോയതാട്ടോ. എല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവർ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തതാണേ. ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, അവരും ഫുഡ് കഴിച്ചു, ഞാനും വാവയും ഫുഡ് കഴിച്ചു. ഇനിയിപ്പം അവർ പോയിട്ടില്ല കേട്ടോ. അവിടെ എല്ലാവരും വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളും കുറേ സമയം ഇരുന്നിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി പാത്രം കഴുകൽ കഴിഞ്ഞു. ഇനി കിച്ചണും കൂടെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടാം കേട്ടോ. എത്ര നമ്മൾ തുടച്ചാലും ബിരിയാണി, നെയ്പത്തിരി അങ്ങനത്തെ ഒക്കെ ആക്കുമ്പോൾ എന്തായാലും ആ ഒരു എണ്ണയും, ഇനിയിപ്പോൾ അപ്പം തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിലും ചോറ് വീണിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു എണ്ണേൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡീപ്പ് ക്ലീനിങ് അത് മസ്റ്റാണ് എന്തായാലും. അപ്പോൾ ഞാൻ അത് അപ്പം തന്നെ ചെയ്തു വെക്കും കേട്ടോ. ഇതിപ്പം റഫീഖ് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ചെയ്യുക. ഒരാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും, ഒരാൾ പാത്രം കഴുകും. അത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യും കേട്ടോ. റഫീഖൊക്കെ ഏറ്റവും ഇഷ്ടം പാത്രം കഴുകാനാണ് കേട്ടോ. പാത്രം കഴുകാൻ അവിടെ നിന്ന് അങ്ങ് കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് റഫീഖ് വലിയ ഇഷ്ടമല്ല ഇങ്ങനെ തുടച്ച്. ഞാനില്ലെങ്കിൽ ചെയ്യും, പക്ഷേ ഉണ്ടാകുമ്പോൾ അത് ചെയ്യാനാണ്. അത് ചെയ്യുക, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക, അതാണ് എന്നോട് പറയുക കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീനായ കിച്ചണിലേക്ക് പിറ്റേ ദിവസം വരുമ്പോൾ അതാണ് കേട്ടോ ഒരു ഇഷ്ടം. രാവിലെ നമുക്ക് ആ ഒരു പുതിയ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയാണ് നന്നാവുക. ഞാൻ അങ്ങനെയാണ് ചെയ്തു വെക്കൽ. അല്ലെങ്കിൽ തലേ ദിവസത്തെ ആ ഒരു നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതും ഒക്കെ, ഫുഡ് ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് പണി ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അത് അവരൊക്കെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വീഡിയോ വരും. അത് ദുര്യാകുമ്പോഴും കാണുന്നു. അത് റഫീഖാൻ്റെ ഏട്ടനാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് കുറച്ച് ബിരിയാണി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇതിനിപ്പോൾ എല്ലാവരും കാണുമല്ലോ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.